ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നാം മടങ്ങാം മഹാനിയോഗത്തിലേക്ക് എന്ന പാഠം ചിന്തിച്ച് വരികയായിരുന്നല്ലോ. പോയി പ്രസംഗിക്കണം എന്ന് കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനയെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കാനിടയായിട്ട് തീർന്നത്. പ്രസംഗത്തിൽ പോയി പ്രസംഗിക്കുക എന്നുള്ളതായ ആ കൽപ്പനയുടെ നിർവഹണത്തിൽ തന്നെ വരാൻ സാധ്യതയുള്ളതായ വ്യതിചലനങ്ങളും കുറവുകളും ഒക്കെ നമ്മൾ ഓർക്കാനിടയായിട്ട് തീർന്നു. വചനത്തിൽ അങ്ങനെയുള്ള വ്യതിചലനങ്ങളും കുറവുകളും ഒക്കെ രേഖപ്പെടുത്തി തന്നിട്ടുള്ളതിന് വേറിട്ടുള്ളതായ ഉദ്ദേശവുമുണ്ട്. ഈ നിയോഗം തുടരേണ്ടുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ഈ നിയോഗ നിർവഹണത്തിൽ വരാകുന്നതായ പോരായ്മകൾ പരിഹരിച്ച് നമുക്ക് ഈ നിയോഗം നിർവഹിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതിൽ എങ്ങനെ പ്രസംഗിക്കണം എന്നുള്ളതായ ചോദ്യത്തിന് നമുക്ക് ചില വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കാനിടയായിട്ട് തീർന്നു. അതിൽ ഏറ്റവും ഒടുവിലായി പറഞ്ഞുകൊണ്ടിരുന്നതായ കാര്യം, നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ 1 പത്രോസ് 2:9 വായിക്കുന്നത് പോലെ നാം അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ അതാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ സൽഗുണങ്ങളെ ഘോഷിക്കുമ്പോൾ അത് കേവലം വാഗൊണ്ട് പറയാൻ മാത്രം ഇടയായിട്ട് തീരാതെ നമ്മുടെ ജീവിതങ്ങൾ ആ സൽഗുണത്താൽ അലങ്കൃതമായി തീരണം എന്നുള്ളതായൊരു സത്യമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച് നിർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. എല്ലാ സൽഗുണങ്ങളും അവിടെ നമുക്ക് ഓർക്കാം. എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത്യാവശ്യമായി പറയേണ്ടതായ 2 സൽഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചിരുന്നു. അതിൽ ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചായിരുന്നു. ഏത് സൽഗുണത്തെക്കുറിച്ചാണ് വിശദീകരിച്ചത്? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാതെ നമുക്ക് സുവിശേഷം പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അവിടെ നമ്മൾ സാമാന്യം വിശദമായിട്ട് ഓർത്തതായൊരു കാര്യം, നാം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഇത് ധാരാളം പറയും. നമ്മൾ ഈ പ്രസംഗത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ പ്രകാശനങ്ങൾ ഈ വിഷയത്തിൽ കിട്ടാനും പറയാനും ഒക്കെ ഇടയായിട്ട് തീരും. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അങ്ങനെ പൂർത്തീകരിച്ച് ആർക്കും പറഞ്ഞ് തീർക്കാനായിട്ട് സാധിക്കുകയില്ല. ചെറിയാൻ സാറിൻ്റെ ഒരു പാട്ടി പറയുന്നുണ്ട്, നിത്യത പോരാതൻ നിസ്തുല സ്നേഹത്തിൻ ആഴം അളന്നിടുവാൻ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നാലും നാം അനുഭവിച്ച സ്നേഹത്തിൻ്റെ പുതിയ ആഴങ്ങൾ നമ്മൾ തിരിച്ചറിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിത്യത ഒരിക്കലും നമുക്ക് വിരസമായിട്ട് തീരുകയില്ല. കാരണം നാം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ പുതിയ തലങ്ങൾ അറിഞ്ഞ് ആസ്വദിക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതായ കാര്യം, നാം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരായിരിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ സൽഗുണം നമ്മിൽ വിളങ്ങുക എന്നുള്ളത് കേവലം സ്വാഭാവികമായിട്ടുള്ളതായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നാം കൂടുതൽ ആസ്വദിച്ച് തിരിച്ചറിയുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ പുതിയ ഉൾക്കാഴ്ചകൾ നമുക്ക് ആ ബന്ധത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും എന്നുള്ളതായ കാര്യം നാം കഴിഞ്ഞ ദിവസം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നും സ്നേഹത്തിൻ്റെ സൽഗുണം ഒരർത്ഥത്തിൽ മുഴങ്ങിച്ചെല്ലുവാൻ, അത് ഘോഷിക്കപ്പെടുവാൻ
ഇടയായിട്ട് തീരേണ്ടിയിരിക്കുന്നു. ആ പിൻബലത്തോടെ സ്നേഹത്തിൻ്റെ സന്ദേശം അറിയിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും പറയുന്ന മറ്റൊരു സൽഗുണം കൂടി ഞാനൊന്ന് പറയാം എന്ന് കരുതുകയാണ്. പിന്നെ ഏത് സൽഗുണമാണ് നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ പിന്നെ അത്യാവശ്യമായിട്ട് പറയുന്നത്? കർത്താവ് ക്ഷമിക്കുന്നവനാണെന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ അന്തസ്സത്തെ. അതാണ്. അപ്പോൾ നമ്മൾ പരിശോധന ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പറയും നിങ്ങളുടെ ഏത് പാപവും ക്ഷമിക്കും. അപ്പോൾ നമ്മൾ വാക്യങ്ങളൊക്കെ പറയും, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പിന്നെ നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള സന്ദേശം നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്നവനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ വലിയ സന്ദേശം നമ്മൾ കൈമാറാനായിട്ട് ഇടയായിട്ട് തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ സൽഗുണം സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഈ പ്രസംഗിക്കാനായിട്ടുള്ള നിയോഗം കൊടുക്കുമ്പോൾ അതിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെ പ്രസംഗിക്കണമെന്ന് പറയണ്ടല്ലോ. അത് നമ്മൾ പിന്നെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. അതിലൊരു വാക്യം ഞാനിവിടെ ഒന്ന് പരാമർശിക്കാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്ത് പ്രസംഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ നാമത്തിൽ മാനസാന്തരവും മാനസാന്തരപ്പെടുന്നവർക്ക് കിട്ടുന്നതായ പാപത്തിൻ്റെ മോചനവും പ്രസംഗിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. നമുക്കറിയാം, ക്രൂശിൽ നിന്ന് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായിട്ട് ലോകത്തിൽ നിലനിൽക്കുന്നൊരു ദിവസമാണല്ലോ ഇത്. നമ്മൾ ഇന്ന് മാത്രമല്ല, നമ്മളെല്ലാ ദിവസവും അങ്ങനെ ജീവിക്കാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടവരാണ്. നമ്മൾ സാമാന്യം വിശദമായിട്ട് ഓർത്തിട്ടുള്ളൊരു വാക്യമുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മൾ കർത്താവിൻ്റെ മരണത്തെ എപ്പോഴും എവിടെ വഹിക്കുകയാണ്? നമ്മുടെ ശരീരത്തിൽ വഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം ലോകത്തിന് നൽകുന്നതായ അതിമഹത്തായൊരു സന്ദേശമുണ്ട്. ലൂക്കോസ് 23-ന്റെ 34-ാമത്തെ വാക്യം നമുക്കെല്ലാം അറിയാം. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ അവിടെ ആ വാക്യം നമുക്ക് നൽകുന്ന ഒത്തിരി സത്യങ്ങളുണ്ട്. പക്ഷേ ഒരു വ്യാഖ്യാനം കൂടാതെ ആദ്യം കിട്ടുന്നൊരു സന്ദേശമുണ്ട്. ആ വാക്യപ്രകാരം ഏത് പാപിക്കും എന്ത് കിട്ടും? പാപക്ഷമ കിട്ടും. ഏത് പാപിക്കും പാപക്ഷമയുണ്ട് എന്നുള്ളതാണ് ആ വാചകം നൽകുന്നതായ കാതലായിട്ടുള്ള സന്ദേശം. അപ്പോൾ ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുമ്പോൾ ഈ വലിയ സന്ദേശം അറിയിക്കുന്നു എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മളവിടെ ഓർക്കുന്നതായ കാര്യം, അങ്ങനെ ഒരാൾ ഈ സന്ദേശം അറിയിക്കുമ്പോൾ ഈ അറിയിക്കുന്നയാൾ ഈ സൽഗുണം സാക്ഷ്യപ്പെടുത്തി ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. സുവിശേഷം പറയുമ്പോൾ എന്നിൻ്റെ ഏത് പാപവും ക്ഷമിക്കുമെന്ന് പറയുകയും കൂട്ടുസഹോദരനോട് അവൻ്റെ കുറ്റം പോലും ക്ഷമിക്കാൻ ഒരുക്കമില്ലാത്തവരായിട്ടിരിക്കുകയും ചെയ്യുന്നത് ഒരു വൈരുദ്ധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കുന്നതായ കാര്യം, നമ്മൾ ഈ കാതലായ സന്ദേശം അറിയിക്കുമ്പോൾ നമുക്ക് ആരോടും എന്തും ക്ഷമിക്കാനായിട്ട് നമ്മെ തന്നെ ഒരുക്കി എടുക്കുന്നതിനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മൾ ക്ഷമയുടെ
ആ വലിയ സൽഗുണം സാക്ഷ്യപ്പെടുത്തി ജീവിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ കൂടെ കൂടെ ഓർക്കുന്നതായ ഒരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒത്തിരി വിശദമായിട്ട് പറയണ്ട എന്ന് കരുതുകയാണ്. മിക്കവാറും നമ്മൾ വളരെ വിശദമായിട്ടുമൊക്കെ ഓർത്തു വരുന്നതായ കാര്യമാണ്. എന്നാൽ ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് പറയാം എന്ന് വിചാരിക്കുകയാണ്. കാരണം ഇത് നമ്മൾ മറന്നു പോകാനായിട്ട് വളരെയധികം സാധ്യതയുള്ളതായൊരു കാര്യമാണ്. ഇത് മറന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മുടെ കർത്താവ് എന്ത് വിശദമായിട്ടാണ് ഈ പാഠം പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് ഈ ക്ഷമയെക്കുറിച്ച് പഠിപ്പിച്ചതായ പാഠങ്ങൾ തന്നെ ഒന്ന് ക്രോഡീകരിക്കാൻ ഇടയായിട്ട് തീർന്നാൽ നമുക്കതിൽ നിന്ന് ധാരാളം പ്രായോഗിക പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. 100 വെള്ളിക്കാശ് കടംപെട്ട കൂട്ടുദാസൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയ ഒരു ദാസനെ നമ്മൾ കർത്താവ് പറഞ്ഞൊരു ഉപമയിൽ കാണുന്നുണ്ടല്ലോ. നമ്മൾ അവനങ്ങനെ ചെയ്തതിന് ഒരു കാര്യമായ കാരണമുണ്ട്. എന്താണ് ആ കാരണം? ഇവന് ഈ തൊണ്ടയ്ക്ക് പിടിച്ച് കേൾക്കാനുള്ള കാരണം എന്താണ്? അവൻ ക്ഷിപ്രകോപിയായതുകൊണ്ട് ചെയ്തതാണ്. അയ്യോ, അത് വളരെ കാതലായൊരു കാര്യമാണ്. ഇവന് കിട്ടിയ പാപക്ഷമയെക്കുറിച്ച് അവൻ അങ്ങ് മറന്നുപോയി. അവൻ 10,000 താലന്ത് ഇളച്ചു കിട്ടിയവനാ എന്ന് പറഞ്ഞാൽ 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ ഈ 1 താലന്തിൻ്റെ ചെറിയൊരു ഭാഗം കടപ്പെട്ടതായ കൂട്ടുദാസനെ കാണുമ്പോൾ അവന് കിട്ടിയ ആ ക്ഷമയുടെ വലിപ്പത്തെക്കുറിച്ച് അവന് ബോധമുണ്ടെങ്കിൽ അവൻ വിചാരിക്കും, ഈ 100 വെള്ളിക്കാശ് എന്നൊക്കെ പറയുന്നത് എനിക്ക് കിട്ടിയ ക്ഷമയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എന്തോ ഒരു നിസ്സാരമാണ്, അവൻ പോയിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് നമ്മൾ മറക്കുമ്പോൾ ആ യജമാനും ഉണ്ടായൊരു വിഷമം അതാണ്. കാരണം ഞാൻ അവനോട് കരുണ കാണിച്ചിട്ട് ആ കരുണ അവൻ മറന്ന് വർത്തിച്ചു എന്നുള്ളത് യജമാനനെ ഏറെ വേദനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പം ഞാനിന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ക്ഷമിക്കാതെ നമ്മളതിന് കുറേ ന്യായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് 10,000 താലന്ത് ഇളച്ച് തന്ന കർത്താവിന് അത് വലിയ സങ്കടമായിട്ടുള്ളതായൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജഡം ക്ഷമിക്കാൻ ഒരുക്കമുള്ളതല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാനൊക്കെ കഴിയാതെ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ളതായൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ 2 പത്രോസ് 1:9 എത്രയോ വട്ടം നമ്മൾ ഓർത്തിട്ടുണ്ട്. മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാനായിട്ട് പാടില്ല. മറന്നാൽ നമുക്ക് ജീവിക്കേണ്ടതുപോലെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞേക്കാം എന്ന് കരുതുകയായിരുന്നു. അതുകൊണ്ട് എല്ലാ വാക്യങ്ങളും നമ്മൾ വായിക്കുന്നില്ല. ഞാൻ ആ റെഫറൻസ് പറയാം, ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ വായിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വീട്ടിൽ പോയി ആ വേദഭാഗങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ക്ഷമ ചോദിക്കുന്നൊരു കൂട്ടു സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്നുള്ളതിന് കർത്താവ് പ്രധാനമായിട്ടും 2 കണക്കുകളാണ് പറഞ്ഞത്. ഞാൻ റെഫറൻസ് മാത്രമേ പറയുന്നുള്ളൂ. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ ഒരു കണക്കുണ്ട്. 70 വട്ടം ക്ഷമിക്കണം. പത്രോസിൻ്റെ ഒരു ചോദ്യം അതിൻ്റെ പുറയിലുണ്ട്. സഹോദരൻ പിഴച്ചാൽ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് പത്രോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു 7 വട്ടമല്ല, 70 വട്ടവും ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ പത്രോസ് മനസ്സിൽ കരുതിയതിൻ്റെ എത്രയോ അപ്പുറത്തുള്ളതായ മാനദണ്ഡമാണ് നമ്മുടെ കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ കണക്ക് നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ആർക്കറിയാമെന്ന് നമുക്കറിയാമോ? നാട്ടുകാർക്കറിയാം. ഇവരുടെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് 70 വട്ടം ക്ഷമിക്കണമെന്നാണ് എന്നുള്ളത് രക്ഷിക്കപ്പെടാത്ത ആളുകൾക്കും അറിയാം. അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ മനസാക്ഷിയിൽ പോലും നമ്മൾ കുറ്റപ്പെടുത്തപ്പെടാനിടയായിട്ട് തീരും എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനേക്കാൾ വലിയൊരു കണക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. അവിടെ റെഫറൻസ് എഴുതിയിട്ടോ. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ പറയുമ്പോൾ അവിടുത്തെ സംഖ്യ ചെറുതാണെങ്കിലും അത് ഇതിനേക്കാൾ വലിയ
കണക്കാണ്. സഹോദരൻ ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും ഞാൻ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതായ ഈ കാര്യം, ക്ഷമയുടെ പാഠം, അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതാണ്. ഈ കണക്കുകൾ നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. നിൻ്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ, അവൻ ക്ഷമ ചോദിച്ചാൽ, നീ എത്ര വട്ടമാണെന്നൊന്നും ആലോചിക്കാതെ, അതിൻ്റെ സമയവും നമ്പറും കണക്കാക്കാതെ നീ അവനോട് ക്ഷമിക്കണം. അതാണ് കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച പ്രായോഗികമാക്കി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് ഇവിടെയായിരുന്നപ്പോൾ പഠിപ്പിച്ച കാര്യത്തിൽ ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു കണക്ക് ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന് സൂചിപ്പിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ അവിടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇത് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് അവരോട് ഈ വണ്ണം പ്രാർത്ഥിക്കാനുള്ളതായ കൽപ്പന കൊടുക്കുകയായിരുന്നു. ഇതൊരു മോഡൽ പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ കാര്യം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ കടക്കാരോട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ക്ഷമിക്കുന്നത് കടക്കാർ വന്ന് ക്ഷമ ചോദിച്ചിട്ട് ക്ഷമിക്കുന്നതാണോ? അല്ല. കാരണം അങ്ങനെ അവർ വന്നോളണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് പ്രാർത്ഥനക്കാരൻ്റെ ഒരു ഒരുക്കമാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ടും ഓർക്കാനായിട്ട് സാധിക്കുന്നത്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിൽ ഇത് കുറച്ചുകൂടി വ്യക്തമായി കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പേൻ. അതുകൊണ്ട് ആ വാക്കുകൾ നമ്മുടെ മനസ്സിലൊന്ന് കുറിച്ചിടാനായിട്ട് സാധിക്കട്ടെ. ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഒരു നല്ല വിശ്വാസിക്ക് ആരോടും വഴക്കില്ലാതെ, ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാവുന്ന എത്രയോ ഉന്നതമായൊരു മാർഗത്തിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം അറിയിക്കുന്ന ആളുകൾ, പോയി പ്രസംഗിക്കുന്ന ആളുകൾ ഈ ഗുണനിലവാരം ഉള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ലളിതമായിട്ടുള്ളതായ പ്രമാണങ്ങൾ പ്രായോഗികമാക്കിയാൽ നമുക്ക് ഈ ഭൂമിയിൽ എത്രയോ വ്യത്യസ്തരായി ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പഠിപ്പിച്ച മാതൃകാ പാഠം പിന്നെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പ്രാർത്ഥനയിലുള്ള മറ്റു കാര്യങ്ങളൊന്നും വിശദീകരിച്ചിട്ടില്ല കർത്താവ്. എന്നാൽ ഈ കാര്യം മത്തായി 6-14-15 വാക്യങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. അപ്പോൾ അവിടെ നമ്മുടെ കർത്താവ് എന്തോരം കൃത്യമായിട്ടാണ് ഈ പ്രാർത്ഥന മാതൃക വിശദീകരിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ അതൊരു ഭയങ്കര കാര്യമാണ് കർത്താവ് അവിടെ വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയിൽ പറയുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ കർത്താവ് എന്തു ചെയ്യൂല എന്നവിടെ പറയുന്നത്? നിങ്ങളുടെ പിഴകളെ ഞാൻ ക്ഷമിക്കുകയില്ല. അപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി, ഒരു 10 വർഷമായിട്ട് നിങ്ങൾ ആരോടെങ്കിലും ഒരു വിദ്വേഷമോ പിണക്കമോ പരിഹരിക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. ഞാനൊരു കണക്ക് പറയുന്നതെന്നുള്ളൂ കേട്ടോ. 10-ലൊക്കെ അധികം വർഷം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ വർഷത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടുള്ള ആളുകളെ എൻ്റെ മനസ്സിൽ ഉണ്ട്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇത് ഈ വഴക്കും പിണക്കവും വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ പറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങളൊന്നും ആരും ക്ഷമിച്ചിട്ടില്ല. കർത്താവ് ക്ഷമിച്ചിട്ടില്ല. ഓർക്കണേ. അപ്പോൾ ഈ വ്യവസ്ഥ, ക്ഷമയുടെ പ്രമാണങ്ങൾ നമ്മൾ പാലിക്കുക എന്നുള്ളത്
എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രമാണത്തോട് അനുസരണം കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് അനേക ദൈവമക്കൾക്ക് ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതായ ആസ്വാദ്യത അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളതായൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മൾ കർത്താവ് പഠിപ്പിച്ചതായ ഈ പ്രമാണങ്ങൾ ഞാൻ വളരെ സമ്മറൈസ് ചെയ്തൊന്ന് ഓർപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് ഇത് പ്രാർത്ഥനയോട് ബന്ധത്തിൽ പഠിപ്പിച്ച കാര്യമാണ്. ഈ പഠിപ്പിച്ച കാര്യത്തിൻ്റെ പ്രായോഗികതയാണ് ലൂക്കോസ് 21:34 നമ്മൾ കാണുന്നത്. എന്ത് കർത്താവ് പഠിപ്പിച്ചോ അതവിടെ പ്രായോഗികമാക്കുകയാണ്. ഇവർ ചെയ്യുന്നത് ഇല്ലെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അവർക്കാർക്കും കുറ്റബോധം ഉണ്ടായിട്ടല്ല, കുറ്റബോധം ഇല്ലെന്ന ആ വാക്യത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കർത്താവിൻ്റെ അങ്കിക്ക് വേണ്ടി അവർ ചീട്ടിടാൻ ഒരുങ്ങുകയാണ്. കുറ്റബോധമുള്ളവർ ആ കാര്യം ചെയ്യാൻ ഒരുങ്ങുകയില്ലല്ലോ. അപ്പോൾ യാതൊരു കുറ്റബോധം ഇല്ലാതിരിക്കെ തന്നെ കർത്താവ് ഏകപക്ഷീയമായി അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള മാതൃക നൽകുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പാപക്ഷമയുടെ സന്ദേശം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സൽഗുണം വിളങ്ങുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഇനി ഞാൻ ഇതിനോട് ചേർത്തൊരു 4 കുറിപ്പുകൾ, ഒത്തിരി വിശദീകരണം കൂടാതെ ഒന്നങ്ങ് പറഞ്ഞു പോകാം. ഇതൊരു പ്രായോഗികമായ പാഠമാണ്. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾക്ക് സഹായകരമായിട്ട് തീരും എന്ന് കരുതുകയാണ്. ക്ഷമയുടെ കൽപ്പന അനുസരിക്കുന്നവർക്ക് കൽപ്പന തന്നവനോടുള്ള സ്നേഹത്തെ സാക്ഷിക്കാം. ഇതെല്ലാ കൽപ്പനയിലും ശരിയാണ് കേട്ടോ. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചൊരു വലിയ പ്രമാണമുണ്ടല്ലോ. യോഹന്നാൻ 14:15, 21, 23, 24 വാക്യങ്ങളിലൊക്കെ ആവർത്തിക്കുന്നൊരു പ്രമാണമുണ്ടല്ലോ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാം. അപ്പോൾ ക്ഷമിക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ കൽപ്പന തന്നവനോടുള്ളതായ സ്നേഹമാണ് സാക്ഷ്യപ്പെടുത്തപ്പെടുന്നത്. യോഹന്നാൻ 15:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് നല്ലോണം അറിയാമല്ലോ. 9ാമത്തെ വാക്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ വലിപ്പം കർത്താവ് പറയുന്നു. പിതാവെന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നിട്ടൊരു കൊച്ചു കൽപ്പനയുണ്ട്. ഓർക്കൊണ്ട കൽപ്പന 9ാമത്തെ വാക്യത്തിൽ, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. അപ്പോൾ ആ കൊച്ചു കൽപ്പന എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് അടുത്ത വാചകത്തിൽ കർത്താവ് അവിടെ തന്നെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കാം. അപ്പോൾ അങ്ങനെ ധാരാളം കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ക്ഷമിക്കാനുള്ള കൽപ്പന എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മുടെ കർത്താവ് നൽകിയത്. അപ്പോൾ അതിൻ്റെ 12ാം വാക്യം നമ്മൾ കൂടെ ഓർക്കാറുള്ളതാണല്ലോ. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ക്ഷമിക്കാനായി നൽകിയിട്ടുള്ള ഈ കൽപ്പനയോട് അനുസരണം കാണിച്ച് നാം അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ കൽപ്പന നമ്മൾ ലംഘിക്കുമ്പോൾ നമ്മൾ അവൻ്റെ സ്നേഹത്തിൽ നിന്ന് വീണുപോകും. അങ്ങനെയൊരു പ്രയോഗമുണ്ടല്ലോ, വെളിപ്പാട് 2:4-5 വാക്യങ്ങൾ. ഒരു സഭ വീണുപോയല്ലോ സ്നേഹത്തിൽ നിന്ന്. ഏത് സഭയാണെന്ന് ഓർക്കണ്ടോ? എഫെസോസിലെ സഭ. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. അടുത്ത വാചകം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമുക്ക്
നമ്മുടെ കർത്താവ് നൽകി ഈ കൽപ്പനയോട് അനുസരണം കാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കുന്നു. അതിൽ നിന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടാനോ എഴുന്നേൽക്കാനോ ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരാനോ ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ക്ഷമയുടെ കൽപ്പന അനുസരിക്കുന്നവർക്ക് ഹൃദയശുദ്ധി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ അഴുക്കായിട്ട് വരാൻ സാധ്യതയുള്ളതായ ഏറ്റവും ഗുരുതരമായിട്ടുള്ളതായ കാര്യം മറ്റുള്ളവരോടുള്ള നമ്മുടെ പകയോ പിണക്കമോ നീരസമോ വിദ്വേഷമോ ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടുന്നതായൊരു കാര്യമാണ്. നമുക്ക് നല്ല പരിചയമുള്ളൊരു വാക്യത്തിൽ ഞാനത് പറയാം. വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ 5 കൂട്ടം പാപങ്ങൾ നീക്കിക്കളയണം. അതിൻ്റെ റെഫറൻസ് ഞാൻ പറയണ്ടല്ലോ. 1 പത്രോസ് 2 ആദ്യത്തെ 3 വാക്യങ്ങൾ. അതിൽ ആദ്യത്തെ 5 കൂട്ടം കാര്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് ഓർക്കണ്ട. ആകയാൽ സകല ദുഷ്ടത. അപ്പോൾ ബാക്കി ഞാനിപ്പോൾ പറയുന്നില്ല, അത് നമുക്ക് ലളിതമായി മനസ്സിലാകും. ഇത് മനസ്സിലായി കാണും. ആകയാൽ സകല ദുഷ്ടത ഒരു ദൈവദാസൻ എഴുതിയിട്ടുള്ളതായൊരു വാചകമാണ്. ഞാനത് വിശദീകരിക്കാൻ പറയാറ്. ഹാർബറിങ് ഓഫ് ഈവിൾ തോട്ട്സ് അഗൈൻസ്റ്റ് അനദർ പേഴ്സൺ. മറ്റ് വ്യക്തികൾക്കെതിരെ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളതായ അശുദ്ധമായ വികാരങ്ങൾ, അശുദ്ധമായിട്ടുള്ള ചിന്തകൾ, പകയോ പിണക്കമോ വിദ്വേഷമോ ഒക്കെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടാനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ വചനത്തിൻ്റെ മഹത്വം ആദ്യം പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് 2-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നത് അത് മായമില്ലാത്ത പാലാണ്. ആത്മീക വളർച്ചയിലേക്കൊരു ദൈവവേദനെ വളർത്തുന്നതാണ്. അതൊക്കെ വചനത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ അങ്ങനെയുള്ള വചനം ഉൾക്കൊള്ളുമ്പോൾ നീക്കിക്കളയേണ്ട 5 പാപങ്ങളിൽ ആദ്യത്തെ ഏതാണ്? ആകയാൽ സകല ദുഷ്ടത. അപ്പോൾ നമ്മളിങ്ങനെ വേറെ ആളുകളോടുള്ള വിദ്വേഷവും രോഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എത്ര വചനം കേട്ടാലും കേൾക്കാം, പക്ഷെ നമുക്ക് ആ വചനം പ്രയോജനപ്പെടില്ല, വളർച്ചയ്ക്ക് കാരണമായിട്ട് തീരുകയില്ല. അഴുക്കുള്ളൊരു പാത്രത്തിൽ പകരുന്ന പാല് എത്ര ശുദ്ധമായ പാലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് അനാരോഗ്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ പല വിഷയങ്ങളിലും ഒക്കെ വേറെ ആളുകളുള്ളതായ ധാർമ്മിക രോഷമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പുകഞ്ഞു പൊങ്ങാനുള്ളതായ ഒത്തിരി സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് നമ്മോട് പറയുകയാണ്, നമ്മൾ വെറുതെ നമ്മുടെ ഹൃദയം ചീത്തയാക്കി കളയരുത്. കാരണം അങ്ങനെയുള്ളൊരു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല. അപ്പം നോക്കണേ, എന്തോ ഒരു വലിയ നഷ്ടമാണിത്. വചനം ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ ആ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? രക്ഷയ്ക്കായി നമ്മൾ വളരും, നമ്മിൽ വലിയ രൂപാന്തരം ഉണ്ടാകും, നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളിലേക്ക് അനുരൂപപ്പെടാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പാപങ്ങൾ, അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പാപങ്ങളൊക്കെ ഇതിനേക്കാളും ഗൗരവമായ പാപങ്ങളുണ്ട്. ഈ അസൂയ എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു ദോഷം ചെയ്യുന്നതായ പാപമാണ്. അസൂയ തകർത്ത് കളഞ്ഞൊരു മനുഷ്യനുണ്ടല്ലോ ബൈബിളിൽ, ഓർക്കുന്നുണ്ട്? ശൗല്. നല്ല മിടുക്കനായിരുന്നു ആള്, എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കമുള്ളവനും സുന്ദരനും ഒക്കെ ആയിരുന്നു. പക്ഷേ അസൂയ മനസ്സിൽ കയറി, അത് നീക്കിക്കളയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ ജീവിതവും താനും തൻ്റെ കുടുംബവും തൻ്റെ മക്കളും ഗിൽബോവ പർവ്വതത്തിൽ ഒരുമിച്ച് പട്ടുപോയപ്പോൾ അത് ഈ പാപം നശിപ്പിച്ചതായൊരു ജീവിതമായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ മനസ്സ് അങ്ങനെ ആളുകളോട് ക്ഷമിക്കാൻ കഴിയാതെ അശുദ്ധമായിട്ട് തീരുന്നത് നമുക്ക് ദൈവവചനത്തിൻ്റെ വലിയ അനുഗ്രഹം അനുഭവിക്കുന്നതിന് തടസ്സമായിട്ട് തീരും. അപ്പോൾ എന്തൊരു വലിയ നഷ്ടമാണത്.
നമ്മൾ ചിലപ്പോൾ വചനമൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും, ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും പ്രയോജനപ്പെടുവാൻ ഇടയായിട്ട് തീരുകയില്ല. അപ്പോൾ ക്ഷമയുടെ കൽപ്പനയോടുള്ള അനുസരണക്കേട് വരുത്തി വയ്ക്കുന്ന നഷ്ടം എത്രയോ ഗുരുതരമാണെന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. എബ്രായർ 5:12 നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അവിടെ ആ എഴുത്തുകാരൻ പറയുന്നത്, നിങ്ങൾ കാലം നോക്കിയാൽ ഇപ്പോൾ ആരായിരിക്കേണ്ട ആളാണ്? ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട ആളുകളാണ്. അതിനുമാത്രം കാലമായി ഇത് കേട്ടു തുടങ്ങിയിട്ട്. പക്ഷേ നിങ്ങൾക്കിപ്പോഴും വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു തരേണ്ടതായിട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ കേട്ടിട്ടും അത് പ്രയോജനപ്പെടുവാൻ ഇടയായിട്ട് തീർന്നില്ല. അപ്പോൾ ക്ഷമിക്കാൻ കഴിയാതെ വരുന്നത്, വരുത്തി വയ്ക്കുന്നതായ അനർത്ഥം അതെത്ര ഗൗരവതരമാണ് എന്നുള്ളത് പ്രിയ ദൈവമക്കളെ നമുക്കിവിടെ കുറിക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. മൂന്നാമത്തെ കാരണം, ക്ഷമിക്കാൻ കഴിയാതെ വന്നാലുള്ള നഷ്ടം. 2012 ഞാനൊരു ആനുകാലികത്തിൽ വായിക്കാനിടയായി തീർന്നൊരു കാര്യം ഓർമ്മയിൽ വരികയാണ്. അപ്പോൾ അതിൽ അമേരിക്കയിലുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ നടത്തിയതായ ഒരു പഠനത്തെക്കുറിച്ചുള്ളതായ ഒരു കൺക്ലൂഷനായിരുന്നു അന്നൊരു ലേഖനമായിട്ട് വരാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അതിൻ്റെ അന്തസത്ത ഇതായിരുന്നു: നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനായി ക്ഷമിക്കൂ. അതായിരുന്നു ആ ലേഖനത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യം. ഞാനത് 2012 വായിച്ചതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. കാരണം ഇത് ലോകപ്രകാരമുള്ള ശാസ്ത്രജ്ഞന്മാരുടെ പഠനത്തിലൂടെ രൂപപ്പെട്ടതായ ഒരു കാര്യമാണ്. എങ്കിലും അത് വളരെ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്നതായ ഒന്നാണ്. കാരണം നമ്മൾ ക്ഷമിക്കാതെ നമ്മൾ ഉള്ളിൽ വിദ്വേഷവും വഴക്കും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ആരോഗ്യപരമായി പോലും പ്രതികൂലമായി ബാധിക്കുന്നതിനുള്ളതായ സാധ്യത ഉണ്ട്. ഇപ്പോൾ പൊതുവെയുള്ള ആളുകൾക്ക് വലിയ ടെൻഷനും അങ്ങനെയൊക്കെ ഉള്ള അതിനോട് ബന്ധപ്പെട്ട രോഗങ്ങളുമൊക്കെ വളരെ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നതായൊരു കാലമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സത്യം ആ ബന്ധത്തിൽ ഓർത്തിരിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പഴമൊഴിയുണ്ട്, അതും ഇവിടെ ചേർത്ത് ഓർത്താൽ നല്ലതാണ്. ക്ഷമ എന്തിൻ്റെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്? ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ആരോഗ്യത്തെ അത് ഏറെ സ്വാധീനിക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പം നമ്മൾ വെറുതെ ആളുകളോട് വിദ്വേഷവും പിണക്കവും രോഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ദോഷം ചെയ്യാൻ കാരണമായിട്ട് തീരും. അപ്പം അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ, നമ്മൾ ആരോട് ക്ഷമിക്കാതിരുന്നോ അവർക്ക് വല്ലതും സംഭവിക്കുമോ? അവർക്ക് തന്നെ സംഭവിക്കാനോ? അവർക്കൊന്നും സംഭവിക്കില്ല. അതിനാൽ വരുന്ന സകല ദോഷങ്ങളും നമ്മൾ ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീരേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായിട്ട് ഈ സത്യം ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗിരിപ്രഭാഷത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്യം നമുക്ക് ഇവിടെ ചേർത്ത് ഓർക്കാവുന്നതാണ്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഏറ്റവും സംശുദ്ധമായി സൂക്ഷിക്കുന്നു എന്നുള്ളത് എല്ലാ പരമാർത്ഥതയിലും ഉറപ്പുവരുത്താനായിട്ട് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നാലാമത് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാനിത് ആദ്യം ഒന്ന് ചുരുക്കമായി പറഞ്ഞതാണെങ്കിലും ഇവിടെ ഒരു നിർദ്ദേശമായിട്ട് ഓർപ്പിക്കുകയാണ്. കർത്താവ് നൽകിയ ക്ഷമയുടെ കൽപ്പന അനുസരിക്കുന്നവർക്ക് തങ്ങളുടെ പാപങ്ങളുടെ ക്ഷമ കർത്താവിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അതിനാദ്യം പറഞ്ഞതാണ്. എങ്കിലും ഈ 4 കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അതും കൂടി ഒന്ന് ചേർത്ത് ഓർപ്പിച്ചേക്കാം എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കർത്താവ് ദയവായി ക്ഷമിക്കാതിരുന്നാൽ പാപം ഭയാനകമാകും എന്ന് ഒരു പ്രസിദ്ധമായ പാട്ടിലൊരു ലൈൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കാതെ വരുന്ന ഒരു സാഹചര്യം അത് വളരെ അപകടകരമായ ഒന്നാണ്. പാപം കുന്നുകൂടുവാൻ ഇടയായിട്ട് തീരും. അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ വേദപുസ്തകത്തിൽ: പാപത്തോട് പാപം
കൂട്ടുകയാണ്, പാപത്തോട് പാപം കൂട്ടുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ കാര്യം, നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതും ക്രൂശ് മരണത്തിൻ്റെ തീവ്രമായ വേദനയുടെ നടുവിൽ പ്രായോഗികമാക്കിയതുമായ ഈ പാഠം നമുക്ക് പ്രായോഗികമാക്കാനായിട്ട് കഴിയാതെ പോകുമ്പോൾ അത് വരുത്തി വയ്ക്കുന്നതായ വിന എത്രയോ ഭയങ്കരമാണ് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് ഈ ഭാഗത്ത് മുമ്പോട്ട് കടക്കട്ടെ. നമുക്ക് സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാനോ ക്ഷമിക്കേണ്ടതുപോലെ ക്ഷമിക്കാനോ, അങ്ങനെ നമ്മൾ ഘോഷിക്കുന്ന നമ്മുടെ ഗുരുനാഥൻ്റെ സൽഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരമാർത്ഥതയോട് കൂടി ഉറപ്പുവരുത്തി നമ്മുടെ പ്രസംഗം തുടരാനിടയായി തീർന്നാൽ, ഓരോ പ്രസംഗം കഴിയും തോറും ആര് രൂപാന്തരപ്പെടും? പ്രസംഗകൻ രൂപാന്തരപ്പെടും. ഇത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രസംഗം മറ്റേ ആളെ നന്നാക്കാനാണ് ചെയ്യുന്നത്. അതും നടക്കും ആ കൂട്ടത്തിൽ. നമ്മൾ നന്നാകുന്നില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം കേൾക്കുന്നവർ നന്നാവും നിങ്ങൾ വിചാരിക്കേണ്ട, ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കൽപ്പന അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കാനായിട്ട് സാധിക്കും തോറും, നമ്മൾ കൂടുതൽ പ്രസംഗിക്കും തോറും പ്രസംഗകൻ ഏറെ രൂപാന്തരപ്പെട്ട് ഇവിടെ ജീവിക്കുവാൻ ഇടയായിട്ട് തീരും. നമ്മുടെ ഗുരുനാഥൻ്റെ വഴി അതാണ്, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. കർത്താവ് പഠിപ്പിച്ചതായി പ്രാർത്ഥന കഴിഞ്ഞാലൊക്കെ വിശദമായിട്ട് ഓർത്തപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിനോട് പറയാം. പക്ഷേ ആ പ്രാർത്ഥനയുടെ ഓരോ മാതൃകയും സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ, പ്രാർത്ഥന അതിൻ്റെ ശരിയായ മാതൃകയിൽ നിർവഹിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, പ്രാർത്ഥനക്കാരൻ രൂപാന്തരപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുപോലെ കർത്താവ് തന്ന ഈ വലിയ നിയോഗത്തിലെ ഏറ്റവും മുഖ്യമായ കാര്യം നമ്മൾ ഏറ്റവും അധികം ആവർത്തിച്ച് ചെയ്യും തോറും പ്രസംഗകരായ നമ്മിൽ വലിയ രൂപാന്തരത്തിന് അത് മുഖാന്തരമായിട്ട് തീരും. അപ്പോൾ നമ്മുടെ കർത്താവ് പ്രസംഗിക്കാനുള്ള നിയോഗം നൽകുമ്പോൾ കേൾവിക്കാരൻ്റെ ഗുണം മാത്രമല്ല നോക്കിയിട്ടുള്ളൂ, പിന്നെ നമ്മിലുള്ള രൂപാന്തരവും നമ്മുടെ ഗുരുനാഥൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്നുള്ളതായ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരാൾ രൂപാന്തരപ്പെട്ടാൽ, ജീവിതം ശരിയായാൽ, നടപ്പ് നിർമ്മലമായാൽ, ആ ജീവിതം, ആ നടപ്പ് മറ്റുള്ളവരെ നിശ്ചയമായിട്ടും അനുഗ്രഹത്തിൻ്റെ വഴിയിൽ സ്വാധീനിക്കും. ഒരു റെഫറൻസ് എഴുതിയിട്ട് നമുക്ക് അവിടെ നിന്ന് മുമ്പോട്ട് കിടക്കാം. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള വേദഭാഗമായതുകൊണ്ട് വായിക്കണമെന്ന് നിർബന്ധമില്ല. അവിടെ ഭാര്യമാർക്കുള്ളതായ പ്രബോധനമാണ്. അതിൻ്റെ സാഹചര്യം പത്രോസ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഭർത്താവ് വചനം അനുസരിക്കാത്തതായ ആളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതാണ് അവിടെ, അതിൻ്റെ ഉത്തരമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. എന്താ ഉത്തരം? നിങ്ങളുടെ ഭയത്തോടുകൂടിയ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ നിങ്ങളുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രസംഗം കൊണ്ട് മാത്രമല്ല, പിന്നെയോ നമ്മുടെ ജീവിതം കൊണ്ടും ആളുകളെ വചനത്തിൻ്റെ അനുസരണത്തിലേക്ക് സ്വാധീനിക്കാനുള്ളതായ വലിയ സാധ്യത സ്വർഗത്തിലെ ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതായ വലിയ സത്യത്തെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ഏറ്റവും ശരിയായി സൂക്ഷിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി നമ്മൾ അടുത്ത പ്രസംഗിക്കുക എന്നുള്ളതിൽ അടുത്ത ആശയത്തിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്താണ് പ്രസംഗിക്കേണ്ടത്, എങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ 2-3 ക്ലാസ്സുകളിലൊക്കെ ഓർത്തത്. ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യത്തിൽ പ്രസംഗിക്കുന്നു. എന്താണ് പ്രസംഗിക്കേണ്ടത്? ഇത്
നമുക്കറിയാം നമ്മുടെ കർത്താവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതായ കാര്യമാണ്. അതുകൊണ്ട് എന്താ പ്രസംഗിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കങ്ങനെ ഒരാശങ്കയ്ക്ക് ആവശ്യമില്ല. വളരെ കൃത്യമായിട്ട് എന്തു പ്രസംഗിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ നിയോഗം, പ്രസംഗിക്കാനുള്ള നിയോഗം വളരെ ക്ലിയറായിട്ട് തരുന്നത് മർക്കോസ് സുവിശേഷത്തിലാണല്ലോ. ആ വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ കാണുമല്ലോ. മർക്കോസ് 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. നിങ്ങൾ ഭൂലോകത്തിലെല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും എന്താ പ്രസംഗിക്കേണ്ടത്? സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിക്കണം. പ്രിയപ്പെട്ടവർ, ഇത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കരുതേണ്ടുന്നതായ കാര്യമാണ്. സുവിശേഷം പറയേണ്ട സമയത്ത് അതിനുള്ള അവസരത്തിൽ കെട്ടുകഥ പറയാനും ഒക്കെ തുടങ്ങിയാൽ അത് കർത്താവ് നൽകിയ കൽപ്പനയുടെ ലാളിത്യത്തിൽ നിന്നുള്ളതായ കഠിനമായ വ്യതിചലനമാണ്. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടല്ലോ. അന്ത്യകാലത്ത് എന്ത് കേൾപ്പാൻ തിരിയുമെന്ന് പറഞ്ഞേക്കണേ? കെട്ടുകഥ കേൾപ്പാനായിട്ട് തിരിയും. അപ്പോൾ ജനം തിരിയുമ്പോൾ പ്രസംഗിക്കുന്നവരും തിരിഞ്ഞു പോകാനുള്ളതായ സാധ്യത ഉണ്ട്. ജനത്തിന് വേണ്ടത്, ടേസ്റ്റുള്ളത് പറയാം എന്ന് നമ്മൾ കരുതാനുള്ളതായ സാധ്യത ഉണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ? തിമോഥെയോസിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഉപദേശമാണ്. 2 തിമോഥെയോസ് 4-ന്റെ 2-ാമത്തെ വാക്യം, വചനം പ്രസംഗിക്കുക. അപ്പോൾ ആ കൽപ്പന കൊടുത്തിട്ടാണ് പറയുന്നത്, വചനം കേൾക്കാനായിട്ട് താല്പര്യമില്ലാത്ത നിലയിലേക്ക് കേൾവിക്കാർ അന്ത്യകാലത്ത് വഴിമാറുമ്പോൾ വചനം പറയുന്ന ആളുകളും കേൾവിക്കാരുടെ ടേസ്റ്റിനനുസരിച്ച് വ്യതിചലിച്ച് പോകാനുള്ളതായ അപകടകരമായ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലെല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. ആരാണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലൊരു നല്ല നിർവചനമുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ദൈവവചനത്തിലുള്ളൊരു നിർവചനമുണ്ട്. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ എത്രാം വാക്യമാണ്? 8-ാമത്തെ വാക്യം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ സുവിശേഷത്തിൻ്റെ വളരെ മനോഹരമായ നിർവചനത്തിൽ നമ്മൾ ആരെ പ്രസംഗിക്കുന്നു എന്നുള്ളതായ കാര്യം എത്രയോ കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമ്മൾ എന്ത് പ്രസംഗിക്കുന്നു എന്നുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഇപ്പം ഈ വാക്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രസംഗം എവിടെ നിൽക്കണം എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ചില അതിർവരമ്പുകൾ ഈ വാക്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. വചനം പ്രസംഗിക്കണം, സുവിശേഷം പ്രസംഗിക്കണം, നമ്മുടെ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കണം. ഇതെല്ലാം നമുക്ക് ഈ വാക്യങ്ങളിലൂടെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഞാൻ വേറൊരു വാക്യം എന്താ പറയാത്തതെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷത്തിൽ കർത്താവ് നിയോഗം പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ ആ വാക്യങ്ങളൊന്ന് മനഃപ്പാഠം പഠിച്ചുകൊണ്ട് തന്നെ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 46, 47 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പോയി പ്രസംഗിക്കാനുള്ളതായ ആ കൽപ്പന കൊടുക്കുന്ന കൂട്ടത്തിൽ 4 പ്രസംഗ വിഷയങ്ങളും കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ളതാണത്. എന്നാൽ ഈ വാക്യങ്ങളോട് ചേർത്ത് ഈ പ്രസംഗ വിഷയങ്ങൾ കൂടി ഉൾക്കൊള്ളാനുള്ളതായ ആവശ്യകത ഉണ്ട്. പിന്നെ നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആ വാക്യങ്ങൾ മനഃപ്പാഠം പഠിച്ചുകൊണ്ട് വരാം. മനഃപ്പാഠം പഠിക്കുന്നത് വളരെ പരിചയമുള്ള കാര്യം. നമ്മളത് ഓർത്തിരുന്നാൽ നമ്മൾ ഈ പ്രസംഗമൊക്കെ പറയുമ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയാതെ പ്രസംഗം അവസാനിപ്പിക്കരുത്. അപ്പം അത്
ഇനി 15 മിനിറ്റ് 10 മിനിറ്റ് പ്രസംഗിക്കണുള്ളൂവെങ്കിലും ഈ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കണം. നമ്മുടെ കർത്താവ് ഇതുപോയി പ്രസംഗിക്കണം എന്നുള്ളത് എത്രയോ കൃത്യമായിട്ട് പറയുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വായിച്ചാട്ടെ. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലെ പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അവിടെ എന്തോരം കൃത്യമായിട്ടാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെ പ്രസംഗിക്കണം എന്നുള്ള ആ കാര്യത്തിൽ അവിടെ ചില ഒരു നിർദ്ദേശം നമ്മൾ കാണുന്നുണ്ട്. യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്ത് കൃത്യമായിട്ടാണ് അവിടെ കർത്താവ് ആ കാര്യം പറയുന്നത്. പ്രവൃത്തി 1:8 നിങ്ങളുടെ ഓർമ്മയിൽ വരും അല്ലേ? നമ്മൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അത് നമ്മൾ രണ്ടാമത്തെ കാര്യം ചിന്തിക്കാം. അപ്പോൾ ഇവിടെയും പ്രസംഗിക്കുന്ന കാര്യം പറയുമ്പോൾ അവർ യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും എന്ത് പ്രസംഗിക്കണം എന്നുള്ളത് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. പക്ഷേ ഈ ലളിതമായ കാര്യം നമ്മൾ ലംഘിക്കാനായിട്ട് പാടില്ല. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ മരണം പ്രസംഗിക്കണം. ഇപ്പം ഇന്ന് പ്രസംഗിച്ചാൽ നമ്മൾ നിശ്ചയമായിട്ടും അത് പറയും. കാരണം അത് ലോകമെമ്പാടും ഓർക്കുന്നതായൊരു ദിവസമാണ്. നമ്മളെല്ലാം ഇന്നല്ല എന്ന് പ്രസംഗിച്ചാലും യേശുക്രിസ്തുവിൻ്റെ മരണം പറയാതെ സുവിശേഷ പ്രസംഗം അവസാനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അത് പറയാതെ പോയാൽ അത് വല്ലാത്ത അപൂർണതയായിരിക്കും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇന്ന് കടക്കുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ മരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ എത്രയോ കാതലായ ഒരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരെ പ്രസംഗിക്കാനായിട്ട് പറഞ്ഞയക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന വിഷയം ഇതാണ്: ക്രിസ്തു കഷ്ടമനുഭവിച്ച് മരിച്ച കാര്യം പ്രസംഗിക്കണം. അപ്പോൾ അടുത്ത ആഴ്ചകളിൽ വാക്യം മനപ്പാഠം പഠിക്കുമ്പോൾ ബാക്കി 4 പ്രസംഗ വിഷയങ്ങൾ ഏതാണെന്നുള്ളത് നമുക്ക് ലളിതമായിട്ട് അവിടെ നിന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഒത്തിരി വലിയ വിശദീകരണമൊന്നും ആവശ്യം വരികയില്ലെങ്കിലും നമുക്ക് നമ്മുടെ തലക്കെട്ട് ഓർമ്മയുണ്ടല്ലോ, മടങ്ങാം മഹാനിയോഗത്തിലേക്ക്. ഇപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തെറ്റുകളെ തിരുത്തി നമ്മുടെ പ്രസംഗത്തിൽ പോലും വന്നു ഭവിക്കാൻ സാധ്യതയുള്ളതായ പെശകുകളെ തിരുത്തി മടങ്ങി വരത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് ഒരു കാര്യം എങ്ങനെ കൽപ്പിച്ചോ അത് അതുപോലെ ആചരിക്കണം. എന്തിനാണ് കൽപ്പന തന്നിരിക്കുന്നത് നമ്മൾ കൂടെ ഓർക്കുമല്ലോ, കൃത്യമായി ആചരിക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ മഹാനിയോഗത്തിൻ്റെ വിശദാംശങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതിൽ യാതൊരു അഴിവും വരുത്താതെ അതിൻ്റെ എല്ലാ കൃത്യതയിലും ഈ തലമുറയിൽ നിർവഹിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.